ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്നത് പ്രാർത്ഥനയുടെ ആധ്യാത്മികത. ആധ്യാത്മികത എന്നാൽ പാവനമായ പ്രവർത്തനം എന്ന് അർത്ഥമാക്കാം. പരസ്യ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയും. പരസ്യ പ്രാർത്ഥന പരിശുദ്ധ സഭ ഒന്നിച്ചുകൂടി ക്രമീകൃതവും അംഗീകൃതവുമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനയിൽ പങ്കാളികളാവുന്നതാണ് പരസ്യ പ്രാർത്ഥന. പരിശുദ്ധ സഭ എന്നാൽ മരിച്ച് അടക്കപ്പെട്ടവരുടെ ആത്മാക്കളും മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും ഐമേനികളും ചേർന്നതിനെ ആണ് സഭ എന്ന് നാം പറയുന്നത്. ഇനി രഹസ്യ പ്രാർത്ഥന എന്താണ് എന്ന് നോക്കാം. ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശേഷാൽ യാചനയും മധ്യസ്ഥതയും സ്തോത്രവും അർപ്പിക്കുന്നതാണ് രഹസ്യ പ്രാർത്ഥന. ആത്മീയമായി ഉണർന്നിരിക്കണമെങ്കിൽ രഹസ്യമായ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായിരിക്കണം. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥന നാം നിരന്തരം ഉരുവിടുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ഇനി യാമപ്രാർത്ഥനകൾ 7 യാമങ്ങളായി ക്രമീകരിച്ചിരിക്കുന്നത് നാം യഥാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ട സമയത്താണ് നാം ജീവിക്കുന്നത്. പ്രാർത്ഥനയുടെ മാതൃക യേശു നമ്മളെ കാണിച്ചു തന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പിതാവുമായുള്ള ബന്ധത്തിൽ പൂർണ്ണ വിശ്വസ്തത പുലർത്തിയ യേശു തമ്പുരാനെ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ കർത്താവിനോട് തങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന കൗമ പ്രാർത്ഥനയുടെ ഭാഗമാണ്. നമുക്ക് ഏവർക്കും അറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്. എന്നാൽ നാം ഇപ്പോൾ ജീവിക്കുന്നത് പ്രാർത്ഥനയുടെ അർത്ഥവും പ്രാർത്ഥനാ രീതിയും വികലമാക്കപ്പെട്ടിരിക്കുന്ന ചുറ്റുപാടിലാണ്. കർത്താവിൽ നിന്ന് പഠിച്ചതും സ്ത്രീയന്മാരുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും പിതാക്കന്മാരിലൂടെ കൈമാറിയതുമായ സത്യവിശ്വാസത്തിൻ്റെ ശോഭ തിരിച്ചറിഞ്ഞ് ആ സത്യത്തിൽ നിലനിന്ന് വളരണം. ഒരു സഭാപിതാവ് പറഞ്ഞത് ഓർക്കുന്നു. പാപമില്ലാത്തവനായ താൻ യേശു പ്രാർത്ഥിച്ചെങ്കിൽ പാപികൾ എത്രമാത്രം പ്രാർത്ഥിക്കണമെന്ന്. പാമ്പാടി തിരുമേനി പലപ്പോഴും ഉരുവിടുന്ന ഒരു പ്രബോധനമുണ്ട്. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് ഉള്ള ആ പ്രസ്താവന. ദൈവവുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ പ്രാർത്ഥന എപ്പോഴും ദൈവമുമ്പാകെ സ്വീകാര്യമാണ്. പ്രാർത്ഥനയുടെ ആന്തരിക ഭാവം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥനയ്ക്ക് സൗമ്യതയുടെയും വിശുദ്ധിയുടെയും രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 18 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് പ്രാർത്ഥനയുടെ ആന്തരിക ഭാവം എന്ന് നമുക്ക് മനസ്സിലാകും. 5-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കും. ഒരു കാര്യം നാം മനസ്സിലാക്കണം. നാം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ സൗമ്യമായി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാരണം ഉറക്കെയുള്ള പ്രാർത്ഥന അയൽക്കാർക്ക് ശല്യമായേക്കാം. യോനായുടെ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് അറിയാവുന്നതാണ്. കടലിൻ്റെ ശബ്ദവും ആഴവും കടന്ന് ദൈവസന്നിധിയിൽ എത്തിയ ശബ്ദത്തിൻ്റെ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുക്കലെത്തിയത് ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ചുമതലയിൽപ്പെട്ട കർത്തവ്യങ്ങളെ പ്രാർത്ഥനയോടുകൂടി സംയോജിപ്പിക്കുന്നവരാണ് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർ. ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങളും പ്രാർത്ഥനകളുടെ ഭാഗമാണ്. ജീവിതത്തിലെ പ്രവർത്തനങ്ങളും ചിന്തയും വാക്കും ദൈവികമായി മുമ്പോട്ടുള്ള ജീവിതം മുഴുവനും പ്രാർത്ഥനയുടെ അനുഭവമാകുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഇത്തരം അനുഭവം നമുക്ക് സാധ്യമായി തീരണം. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതം തന്നെ പ്രാർത്ഥനയായിരുന്നു. കരുണയും ദയയും സ്നേഹവും വിശ്വാസവും ഭക്തിയും ഉള്ളവർ യഥാർത്ഥമായി ദൈവത്തെ കണ്ടവരാണ്. നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വെറുപ്പിൻ്റെയും
നിഷ്കാസനമാണ് പ്രാർത്ഥന. സ്നേഹമുള്ള ജീവിതത്തിൽ വിരിയുന്ന മനോഹര പുഷ്പമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ പ്രതീകങ്ങൾ, അതായത് സിംബൽസ്. നമ്മുടെ പാരമ്പര്യത്തിൽ പ്രാർത്ഥനകൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. പിന്നെയോ നോമ്പും ഉപവാസവും കുമ്പിടിയിലും കുരിശുവരയും നിശബ്ദതയും എല്ലാം പ്രാർത്ഥനയുടെ പ്രതീകങ്ങളാണ്. നമ്മുടെ ശരീരവും ആത്മാവും പ്രാർത്ഥനയിൽ പങ്കുചേരണം. ശരീരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അനുദവിക്കുവാൻ സാധിക്കുകയില്ല. സർവ്വവ്യാപിയായ ദൈവം ഇല്ലാത്ത ഒരു ദിക്കുമില്ല. എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്ന് പറയുന്ന ചില സഭകളുണ്ട്. എന്നാൽ നാം അങ്ങനെ ചെയ്യരുത്. കാരണം തിരുവചനം പറയുന്നത്, മത്തായി ശ്ലീഹായുടെ ദിനശാസുവിശേഷം 24 27 വാക്യത്തിൽ പ്രകാരം പറയുന്നു, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ജനനസമയത്ത് കിഴക്ക് ദിക്കിൽ ആണ് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്, അതായത് നക്ഷത്രങ്ങൾ കണ്ടു തുടങ്ങിയത്. പാപം മൂലം നഷ്ടമാക്കിയ ഏദൻ തോട്ടം സ്ഥാപിക്കപ്പെട്ടത് കിഴക്ക് ദിക്കിലാണ് എന്ന് നമുക്ക് അറിയാം. പ്രാർത്ഥനയും വിശുദ്ധിയും എന്താണെന്ന് നമുക്ക് നോക്കാം. പങ്കില മനസ്സോടെ പ്രാർത്ഥിക്കരുത്. മറുപടി ലഭിക്കാത്ത പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമാണ് യോശുവയുടെയും കൂട്ടരുടെയും നിലവിളി. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേൽ ജനങ്ങൾ പാപം ചെയ്തതിനാൽ, അവർ ദൈവത്തിന്റെ മുമ്പിൽ കള്ളം കാണിച്ചതിനാൽ, ദൈവം അവരുടെ മുമ്പിൽ പുറം തിരിഞ്ഞതിനാൽ അവർ തോറ്റ് അവർ പരിഭ്രാന്തരായി തിരിച്ച് ഓടുവാൻ തുടങ്ങിയ അവസ്ഥയിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. ദൈവം കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് കാരണം ഹൃദയത്തിൻ്റെ അശുദ്ധിയാണ്. ഹൃദയവിശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് പറഞ്ഞത് നാം മറക്കാതിരുന്നാൽ മതി. ജീവിത വിശുദ്ധിയില്ലാത്ത പ്രാർത്ഥന പരീശന്റെ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. എളിമയുടെ അനുഭവം പ്രാർത്ഥനയെ ശുദ്ധീകരിക്കുന്നു. അനുതാപവും വിനയവും ഹൃദയശുദ്ധിയും അത് പ്രാർത്ഥനയിലൂടെ നാം കൈവരിക്കേണ്ടതാണ്. ചുങ്കക്കാരൻ്റെ അനുതാപവും വിനയവും അവനെ നീതീകരിച്ചു എന്ന് ലൂക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കനാന്യ സ്ത്രീയുടെയും അന്ധനായ ഭർത്തിമായുടെയും യാചനയിൽ മടുപ്പില്ലാത്ത പ്രത്യാശ ഉണ്ടായിരുന്നു. ന്യായാധിപനിൽ നിന്ന് നീതി നേടിയെടുത്ത വിധവയും ഇതിന് ഉദാഹരണമാണ്. തീവ്രമായ വിശ്വാസമാണ് രക്തസ്രാവക്കാരിയെ സൗഖ്യമാക്കിയത്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നമ്മെ പഠിപ്പിച്ച ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. പ്രത്യാശ വെച്ചിട്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട്, നമ്മളുടെ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ പിതാക്കന്മാർ നമ്മെ കാണിച്ചു തന്നതായ മാതൃകയിലായിരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.